പി നവാസ് മറുപടി നൽകാം. സ്മൃതി, ഒന്ന് ശ്രീ ജയ്ക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ ഒരു പരിഹാസത്തോടു കൂടി മഹാന്മാരായ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കേട്ടു. ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇത്രയേറെ ജനകീയമായ പദ്ധതികൾ നടപ്പിലാക്കിയ, പ്രത്യേകിച്ച് കാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഇത്ര പരിഹാസത്തോടു കൂടി പറയുന്നത്. അതിൽ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്താണ്. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു 5 മിനിറ്റ് സ്മൃതി സമയം കൊടുത്തു. അദ്ദേഹം ഒരു കവലപ്രസംഗം പോലെ കാര്യങ്ങൾ പറഞ്ഞുപോയി. ഏതെങ്കിലും ഒരു കാര്യം വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ അങ്ങ് സംസാരിക്കുന്നത്? അങ്ങ് ഏതൊക്കെയോ കണക്ക് പറയുന്നു, ഏതൊക്കെയോ പേര് പറയുന്നു. അവസാനം സ്മൃതി ചോദിച്ചല്ലോ, ഉദ്ഘാടന ചടങ്ങിന് 25,85,000 രൂപ. അതെന്തിനാ ഉദ്ഘാടന ചെലവിന് 25,85,000 രൂപ? കോഴിക്കോട് ബീച്ചിൽ ഒരു സമ്മേളനം നടത്താൻ, CPM പാർട്ടി സമ്മേളനത്തിൽ സാധാരണ സമ്മേളനം നടത്താൻ ഇത്ര വലിയ തുകയുടെ ആവശ്യമുണ്ടോ? ഇത് സർക്കുലർ വളരെ കൃത്യമായി ഉണ്ടല്ലോ. ഉത്തരവിന്റെ കോപ്പി നമ്മുടെ കയ്യിലില്ലേ? 25,85,000 രൂപ അതിനുവേണ്ടി ബഹിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ രേഖയുണ്ട്. അപ്പോൾ പറയാണ് ഞാൻ അങ്ങനെ രേഖ ഒന്നും കണ്ടിട്ടില്ല എന്ന്. രേഖയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാം. ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ പരാതികൾ ഞങ്ങൾ തീർത്തു എന്ന്. ഞാൻ ഇവർ തീർത്തൊരു പരാതി ഞാൻ വായിക്കാം. ഞാൻ ഇന്ന് എൻ്റെ ജില്ലയിൽ നിന്നൊരു പരാതി കളക്ട് ചെയ്തതാണ്. സെക്കീന എന്ന് പറയുന്ന ഒരു അപ്ലിക്കൻ്റാണ്. അവർ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ അദാലത്തിലേക്ക് കൊടുത്ത ഒരു പരാതിയാണ്. ആ പരാതിയിലെ ശുപാർശ ഇങ്ങനെയാണ്. അവരുടെ വിഷയം ഇതാണ്: അപേക്ഷ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ്, തരം മാറ്റാൻ ഫോറം 5 കൊടുത്തു, അത് ഇവർ ലഭ്യമായിട്ടില്ല, അതിനു വേണ്ടിയുള്ള അപേക്ഷയാണ്. ആ അപേക്ഷയിൽ അതിന് ശുപാർശ, ഇത് തീർപ്പ് കൽപ്പിച്ച അപേക്ഷയാണ്. ഇതിൽ അവർ തന്നെ ഗവൺമെന്റ് ചെയ്ത ശുപാർശയാണ്. പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താവാണ് താങ്കൾ. ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള അപേക്ഷ ഫോറം 5 DMRക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെടും. ഇതാണോ മറുപടി എന്ന് പറയുന്നത്? ഞാൻ പറയുന്ന രേഖ സഹിതമാണ്. നിങ്ങൾ ഔദ്യോഗികമായി നിങ്ങൾ വെബ്സൈറ്റ്, നിങ്ങൾ പറഞ്ഞ അക്ഷയ സെന്റർ വഴി പ്രിന്റ് സഹിതം കിട്ടിയ രേഖയുടെ അടിസ്ഥാനത്തിലാണ് തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒന്നാണിത്. എന്താ ഇവരുടെ പ്രശ്നം? ഇവരുടെ പ്രശ്നം വീടിന് ഡാറ്റാ ബാങ്ക് ഉൾപ്പെട്ട ഭൂമിയാണ്, എൻ്റെ വീടിന് നമ്പർ ഇട്ട് തരണം എന്നുള്ളതാണ്. ഫോറം 5 നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെടുമെന്നതാണ് മറുപടി. പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നതാണോ മറുപടി? അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വെറുതെ നമ്മൾ സാധാരണ പറയാറുണ്ട്, സംഘപരിവാർ ആളുകൾ സംസാരിക്കുമ്പോൾ ചില കണക്കുകൾ പർവ്വതീകരിച്ച് പറയും. എന്നപോലെ 6 ലക്ഷത്തിൽ പരം അപേക്ഷകൾ ലഭിച്ചു, അതിൽ 30,000 ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ തീർത്തു എന്ന് പറയുമ്പോൾ അനുഭവിച്ച ജനങ്ങളുണ്ട് ഈ നാട്ടിൽ. ശ്രീ ജയ്ക്ക്, അവരുടെ കയ്യിൽ അനുഭവക്കുറിപ്പുകളുണ്ട്. അതിലൊരു അനുഭവക്കുറിപ്പാണ് ഞാൻ ഈ കാണിച്ചത്. ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ചാനൽ ചർച്ചയിൽ ഇരുന്ന് തൽക്കാലം ഈ 1 മണിക്കൂറിന്റെയോ അരമണിക്കൂറിന്റെയോ ചർച്ച കടന്നു പോകാൻ വേണ്ടി ഏതെങ്കിലും ചില കണക്കുകൾ, ഒരു ഡാറ്റാ ബേസും ഇല്ലാതെ കണക്കുകൾ പറഞ്ഞു പോകാം. അതല്ലല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ പറഞ്ഞു തന്നപ്പോൾ സ്മൃതി ഇടപെട്ടതാണ്. വിൻസെന്റ് MLA ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ആ നിയമസഭാ രേഖയിലുണ്ടല്ലോ. എത്ര രൂപ ചെലവഴിച്ചു? മറുപടി ഇതുവരെ പറഞ്ഞില്ലല്ലോ സ്മൃതി. എത്ര രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞില്ല, പക്ഷേ അതിന് പ്രിന്റിംഗ് കോസ്റ്റ് എത്ര വന്നു എന്നതിനെ കുറിച്ച് മറുപടി പറഞ്ഞു. എത്ര പ്രിന്റിംഗ് കോസ്റ്റ്? 9,16,00,000 രൂപ പ്രിന്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നു. 1,600 രൂപയാണ് ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന പെൻഷൻ തുക. ഈ 9,16,00,000 രൂപ എന്ന് പറയുന്ന നവകേരള സദസ്സിന്റെ പ്രിന്റിംഗ് കോസ്റ്റിന്റെ മെറ്റീരിയൽ തുക മാത്രം മതി 1,00,000 പേർക്ക് പെൻഷൻ കൊടുക്കാൻ. 1,00,000 പേർക്ക് പെൻഷൻ കൊടുക്കാൻ. നോക്കൂ, ഞാൻ ഈ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ 6 നിയോജക മണ്ഡലത്തിൽ ഈ പരിപാടി നടത്താൻ വേണ്ടി 1.2 കോടി രൂപ നവകേരള സദസ്സിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ആ പണം മതി ഇവിടെ വരുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അപ്പൊ അതൊന്നുമില്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാചകത്തെ അടിവരയിട്ട് പറയുന്നു. ഒരു ഇലക്ഷൻ എക്സസൈസ് മാത്രമായി ഇതിനെ കാണുകയും ചാനൽ ചർച്ചകളിലോ പൊതുയോഗങ്ങളിലോ വന്ന് ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റയും ഇല്ലാതെ കണക്കുകൾ മാത്രം പറഞ്ഞു പോകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി മുഖ്യമന്ത്രി പറയുന്നു ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ്, അതുകൊണ്ട് ആ ഗൗരവത്തിൽ ഞങ്ങൾ അതിനെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ജയ്ക്ക്, നിങ്ങൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളും എല്ലാ വില്ലേജ് ഓഫീസുകളും ഒക്കെ നിലവിൽ ഡിജിറ്റലൈസേഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫയലുകൾ കമ്പ്യൂട്ടറിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു മാറ്റമേ ഉള്ളൂ. ഈ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി ഫയലുകളെ കുറിച്ച് പറയുന്നിടത്ത് ഓരോ കമ്പ്യൂട്ടറുകളിലും നിരവധി ജീവിതങ്ങളുണ്ട് എന്ന് പറയുക എന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇത് വെള്ളാന പോലെ ഇവിടെ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അനുഭവസ്ഥരായ ജനങ്ങളിൽ നിന്ന് കേട്ടാണ് ഞങ്ങൾ പ്രതിപക്ഷം ഇതോടൊന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിയമസഭാ രേഖ പ്രകാരം 6 ലക്ഷം പരാതി കിട്ടി, അതിൽ ഏകദേശം 30,000 ഒഴികെ ബാക്കി മുഴുവൻ ഞങ്ങൾ തീർത്തു എന്ന് പറയുമ്പോൾ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലല്ല ശ്രീ ജയ്ക്ക് ഇവിടെ വന്ന് പറയുന്നത്. പക്ഷെ ഞാൻ രേഖ കാണിച്ചുകൊണ്ട് മറുപടി പറയുന്നു.